ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടീച്ചേഴ്സ് കാഫേ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു ചൂടത്ത് നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷിങ്ങും ആണിത് ഇങ്ങനെ കുടിക്കുമ്പോൾ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മുന്തിരി വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പുളി ഉള്ളതായാലും പുളി ഇല്ലാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമുള്ള മുന്തിരി എടുക്കാം. ഇതേപോലെ കളർ ഉള്ള ബ്ലാക്ക് മുന്തിരി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതിനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു മുന്തിരിയിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുന്തിരി ജ്യൂസൊക്കെ ആകുമ്പോൾ നല്ല മധുരത്തിൽ കുടിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നന്നായിട്ട് തന്നെ മധുരം ഇട്ട് കൊടുക്കാം. മധുരം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ജസ്റ്റ് അതെല്ലാം ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി. അപ്പോൾ ഇത്രയും വെള്ളം മതി, അത് തന്നെ അതിൻ്റെ പാകം. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പുളി കുറഞ്ഞ മുന്തിരി ആയതുകൊണ്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 നാരങ്ങ പിഴിഞ്ഞതാണ് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 2 എണ്ണം എന്നുള്ളത് മാറ്റിയിട്ട് 1 നാരങ്ങ നീരായാലും മതി. ഇതൊട്ടും പുളിയില്ലാത്ത മുന്തിരി ആയതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മുന്തിരിയൊക്കെ നമ്മൾ സാധാ പോലെ പച്ചക്ക് അടിച്ച് കുടിക്കുമ്പോൾ അത് ചിലപ്പോൾ ചിലവർക്ക് പറ്റണമെന്നില്ല. ചിലവർക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് മുഖം കടിക്കുക, അങ്ങനെ ചൊറിച്ചിൽ പോലെയൊക്കെ മുഖത്ത് ചുണ്ടിൻ്റെയൊക്കെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലംസ് ഒന്നും ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. മാത്രമല്ല, തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മറ്റോണം കുടിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് ഇതിൻ്റെ ഏറ്റവും കറക്റ്റ് പാകം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറൊക്കെ നന്നായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇളകി വരും. മാത്രമല്ല, ഓരോ മുന്തിരിയുടെയും തൊണ്ട അതിൽ നിന്ന് വിട്ട് വരും. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വിട്ട് വന്നിട്ട് അതിലെ ഫ്ലഷ് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു വെള്ളത്തിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും നേരം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഇതിൽ ഓരോന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കണം. ചൂടോടെയല്ല, തണുപ്പിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നല്ല കളറൊക്കെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുന്തിരി തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. നല്ല ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജഗ്ഗിൽ ആവശ്യത്തിന് വെള്ളം എടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ നേരിട്ട് ഇടരുത്. നമ്മൾ തൊണ്ടെല്ലാം കൂടി അരച്ചിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സോഡ കൂടി ഒഴിച്ചു കൊടുക്കാണ്. ആ സോഡ കൂടി ഒഴിക്കുമ്പോൾ നന്നായിട്ട് അതങ്ങോട്ട് പതഞ്ഞ് വരും. അപ്പോൾ സോഡ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് കുടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ സോഡയുടെ ആ ഒരു എഫക്റ്റ് പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് അവസാനം ഇതിലേക്ക് കുറച്ച് സോഡ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. പെട്ടെന്നൊന്നും ചീത്തയാവില്ല. പിന്നെ നാരങ്ങാ നീരും കൂടി ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടി നാളത് നിൽക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യുക. താങ്ക്